34 രൂപതകൾക്കും അംഗീകരിക്കാം. എറണാകുളത്തെ കുറച്ച് അനുസരണ കെട്ടവർക്ക് മാത്രം അനുസരിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അച്ഛന്മാർക്കും എറണാകുളത്തെ വിമത അച്ഛന്മാർക്കും കുറച്ച് അച്ഛന്മാരെ കൊണ്ട് നടക്കുന്ന കുറേ ശിങ്കിടികൾക്കും മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. എറണാകുളത്തുള്ള വിമതരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പം സിനഡിലെ പിതാക്കന്മാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പാകപക്വതയുള്ള 34 രൂപതകളും അംഗീകരിച്ച കുർബാന നടത്താൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ പ്രകാശത്തിൻ്റെ കൊന്ത നമ്മളുടെ ഇതിനകത്ത് വന്നു. ഇവർക്കെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. എന്തുകൊണ്ടാണ് ഇവർ അക്സെപ്റ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത് വേണ്ടാന്ന് എന്ത് ഈ വിമതർ പറയാഞ്ഞത്? ഭാഗികമായി നമ്മൾ പണ്ടും അംഗീകരിച്ചു കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് ഒരു റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞ പാമ്പ്ളാനിയുടെ സൂത്ര സമവായം ഇനിയും അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേതാകും കുറച്ചുകൂടെ കഴിയുമ്പം. മനുഷ്യരും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യർ മാറിക്കൊണ്ടാണ്, അച്ഛൻ പറഞ്ഞല്ലോ, ചിന്താഗതി മാറുന്നു, മനുഷ്യർ മാറുന്നു. അങ്ങനെ മാറുമ്പോൾ ഇനി വരുന്ന പുതിയ തലമുറയിലെ ഇപ്പോഴത്തെ ഉഷ്ണരക്തം ഒഴുകുന്ന യുവാക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേതാകാനല്ലേ ഇനിയും പോകാൻ പോകുന്നുള്ളൂ. അതുപോലെ കുർബാനയ്ക്കിടയ്ക്ക് നമ്മളവിടെ പലയിടത്തും പുതിയ ആഡീഷൻസ് വന്നു. അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയല്ലോ. റോസറിക്കകത്ത് നമ്മൾ 4, 5 പുതിയ പ്രാർത്ഥനകളും കൂടെ ആഡ് ചെയ്തു. അതിനൊന്നും ഇവർക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ ജനത്തിൻ്റെ നേരെ എന്നുള്ളത് നേരെ അൾത്താരയ്ക്ക് സർവാധിപനാം കർത്താവെ നിന്നെ വണങ്ങി നമിക്കുന്നെന്ന് പറയുമ്പം അച്ഛന് എല്ലാവരെയും ആദരിക്കേണ്ടത് മുന്നോട്ട് നിൽക്കുന്ന ഈ ജനത്തിനെയാണ് ആദരിക്കേണ്ടത്. ആ ഒറ്റ ഒരു സെൻറ്റൻസിൽ എല്ലാം ഉണ്ട്. സർവാധിപനാം കർത്താവെ നിന്നെ വണങ്ങി നമിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് സാമാന്യ ബോധവും ബുദ്ധിയുമുള്ള വിമതർക്ക് കൂട്ടു നിൽക്കുന്ന ഈ ലോകധാരികളും ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സാമാന്യ ബോധമുള്ളവർ, മൃഗതുല്യരായിട്ടിരിക്കുന്നവർക്കത് മനസ്സിലാകില്ലെന്നും മാത്രമേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ അവർക്ക് തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, പള്ളിയുടെ സ്വത്തുക്കൾ കക്കണം, മോഷ്ടിക്കണം. അതിന് കൂട്ടു നിൽക്കുന്നവരെല്ലാമാണ് ഈ വിമതരെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.